ആത്മാറാം ആയുർവേദിക് പ്രാക്ടീഷണർ ആറ്റിങ്ങൽ. ഇന്നത്തെ വിഷയം ഒരു രോഗത്തെക്കുറിച്ചാണ്. മുണ്ടിനീര് അഥവാ മംസ്. ആധുനിക വൈദ്യശാസ്ത്രം ഒരു വൈറസ് ഡിസീസായിട്ടാണ് പറയുന്നത്. ശരിക്കും ആധുനിക വൈദ്യശാസ്ത്രത്തിൽ സെക്കൻഡറി ഇൻഫെക്ഷൻ വല്ലതും ഉണ്ടെങ്കിൽ മരുന്നുള്ളതല്ലേ, മരുന്ന് ഔഷധമുണ്ട്. അല്ലാതെ വൈറസ് ഡിസീസ് ആയ മംസിന് പ്രത്യേകിച്ച് മരുന്നും മറ്റ് ഔഷധങ്ങളൊന്നും പറയുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിലേക്ക് പോകുന്നില്ല. ആയുർവേദ ശാസ്ത്രത്തിൽ ഇതിന് പല പേരുകൾ അറിയപ്പെടുമെങ്കിലും ഗളശുണ്ഠിക എന്നും പ്രധാനമായി ഗളശുണ്ഠിക എന്നാണ് പറയുന്നത്. ഉമിനീർ ഗ്രന്ഥി പൈറോട്ടിക് ഗ്ലാൻസിലാണ് ഇതിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. പാഷാണഗന്ധവി എന്ന് പറഞ്ഞു വേറൊരു പേര് പറയുന്നുണ്ട്. അത് വിശകലനം ചെയ്താൽ പൈറോട്ടൈറ്റിസ് ഉണ്ടാകുന്നത് അതിൻ്റെ ഡക്റ്റിലുണ്ടാകുന്ന പൈറോട്ടിക് ഡക്റ്റ് സ്റ്റോണിലാണ്. അപ്പോൾ രണ്ടും രണ്ട് രീതിയിലുള്ള കാരണമാണെങ്കിലും ലക്ഷണങ്ങൾ കൊണ്ട് ഏകദേശം ഒരുപോലെ ഇരിക്കും. ഈ ഗളശുണ്ഠി വീക്കം വരും. ഒന്നിന് കൂടുതലായി പനി കാണും. അതായത് മംസിന് നല്ല പനിയും ദഹനക്കുറവും വിശപ്പില്ലായ്മയൊക്കെ വരാം. മറ്റതിനത് വരണമെന്നില്ല. പക്ഷേ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് നടത്തുന്നത് നമുക്ക് നാരങ്ങ പിഴിഞ്ഞാൽ പൈറോട്ടിക് ഗ്ലാൻഡിൽ ഡക്റ്റിൽ സ്റ്റോൺ ഉണ്ടെങ്കിൽ ആ നാരങ്ങയുടെ പുളിപ്പ് രസം കാണുമ്പോൾ തന്നെ ഭയങ്കരമായ അതീവമായ വേദന അപ്പോൾ വരും. അതിൽ വരുന്ന ഉമിനീർ ഗ്രന്ഥിയിലെ ആ രസം ഉമിനീർ ഊറി വരുമ്പോൾ ഉണ്ടാകുന്ന തടസ്സത്തിൽ നിന്നാണ് ആ വേദന അമിതമാകുന്നത്. ഇതിന് എങ്ങനെ ശമിപ്പിക്കാമെന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ ഒരാഴ്ച 1.5 ആഴ്ച കൊണ്ട് താനേ തന്നെ അത് കുറഞ്ഞു വരുന്നതാണ്. ചില അപൂർവ ഘട്ടങ്ങളിൽ മാത്രം അത് 2-3 ആഴ്ച നീണ്ടു നിൽക്കാറുമുണ്ട്. ആയുർവേദത്തിൽ പറയുന്നത് ശരിക്കും ആഹാരക്രമം മാത്രം നോക്കി റെസ്റ്റ് എടുക്കുക, വിശ്രമം എടുക്കുക, മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാനായിട്ട് വിശ്രമം എടുക്കുക. കഴിയുന്നതും ആദ്യത്തെ ഒരാഴ്ച മറ്റുള്ളവരുമായുള്ള സമ്പർക്കങ്ങൾ ഒഴിവാക്കുക. പെട്ടെന്ന് പകരുന്നതാണിത്. സലൈവയിൽ കൂടെയും നമ്മുടെ ഡ്രോപ്ലെറ്റ്സ് സംസാരമധ്യേ ഉണ്ടാകുന്ന സലൈവറി ഡ്രോപ്ലെറ്റ്സിൻ്റെ കൂടെയൊക്കെയാണ് പകരുന്നത്. അതിൽ നമുക്ക് ഈ കണ്ടമാന അഗ്നിമാന്ദ്യം ഉണ്ടാവും, വിശപ്പില്ലായ്മ വരും. അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ പുളിപ്പുള്ള പഴങ്ങളുടെ ജ്യൂസാണ് കഴിക്കേണ്ടത് അഗ്നിമാന്ദ്യം ഉണ്ടായാൽ. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത, ഇത് പുളിപ്പുള്ള പഴങ്ങളുടെ ജ്യൂസ് ചിലർക്ക് കഴിച്ചു കഴിഞ്ഞാൽ അമിതമായി വേദന കൂടാം. കാരണം ഈ സലൈവറി ഡക്റ്റും ബ്ലോക്കായി അല്ലെങ്കിൽ നീര് കൊണ്ട് അടഞ്ഞിരിക്കുകയാണെങ്കിൽ വിപരീത ഫലം ചെയ്യാം. അപ്പോൾ അതൊന്നും നോക്കിയതിന് ശേഷം വേദന കൂടുന്നില്ലെങ്കിൽ കഴിക്കാം. അല്ലെങ്കിൽ നല്ല മധുരമുള്ള പഴങ്ങൾ, അതിൻ്റെ പഴങ്ങളുടെ ജ്യൂസ്, വാഴപ്പഴം, ചിക്കു നല്ലതാണ്. ബട്ടർ ഫ്രൂട്ടിൻ്റെ സമയമാണെങ്കിൽ ബട്ടർ ഫ്രൂട്ടും കഴിക്കാം. ദഹനം എളുപ്പം സാധ്യമാകുന്ന പഴങ്ങൾ വേണം സെലക്ട് ചെയ്യേണ്ടത്. ധാരാളം വെള്ളം ഇടവേളകളിൽ കഴിക്കുക. ഫ്രൂട്ട് ജ്യൂസും കഴിക്കാം. അതും മധുരമുള്ള ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് ആയിരിക്കാം. ശ്രദ്ധിക്കണം, നല്ല പഴുത്ത് മധുരമുള്ള പൈനാപ്പിൾ ഏറ്റവും നന്നായിരിക്കും. ഒട്ടും പുളിപ്പ് രസം വരാൻ പാടില്ല. അതൊരു ആൻറ്റിവൈറൽ ആക്ടിവിറ്റിയും കൂടെ ഉള്ളതാണ്. പിന്നെ കഴിയുന്നതും ചവയ്ക്കുന്നതിന് ബുദ്ധിമുട്ട് വരാം. അതുകൊണ്ട് വളരെ ഹാർഡായിട്ടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുകയും കഞ്ഞി പോലെയുള്ളത്, ഞങ്ങൾ ഉപ്പിട്ട് കഴിക്കാൻ റെസ്ട്രിക്ഷനുണ്ട്. എന്നാലും മിനിമം വളരെ ഏറ്റവും കുറച്ച് ഉപ്പ് ഇട്ട് കഴിക്കാം. പിന്നെ ശരീരം 3 പ്രാവശ്യമോ 4 പ്രാവശ്യമോ തുടച്ചെടുക്കണമെന്ന് പ്രത്യേകിച്ച് പറയും. പ്രത്യേകിച്ചും പുരുഷന്മാർ ആൺകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വൃഷണഭാഗം നല്ലതുപോലെ 5 പ്രാവശ്യമെങ്കിലും തണുത്ത വെള്ളം ഒഴിച്ച് കഴുകാൻ നിർദ്ദേശിക്കാറുണ്ട്. കാരണം
സെക്കൻഡറി ഇൻഫെക്ഷനായിട്ട് തന്നെ ഇത് ടെസ്റ്റിക്കിൾസിനെ ബാധിക്കാൻ സാധ്യത വളരെ അപൂർവമായി കണ്ടുവന്നിട്ടുണ്ട്. അത് ഭാവിയിൽ സ്പേം കൗണ്ടിനെ ബാധിക്കാൻ സാധ്യതയും ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ടാണ് 4-5 പ്രാവശ്യം തണുത്ത വെള്ളം കൊണ്ട് തോർത്ത് നനച്ചിട്ടാലും മാത്രം മതി. അടിവയറ്റിൽ ഭക്ഷണവും കൂടെ ചേർത്ത് അടിയിട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ പുരാതന കാലം മുതൽക്കേ ക്ലാസിക് മെഡിസിനായിട്ട് ഉപയോഗിക്കുന്ന ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നതല്ല ആയിരുന്നു. അത് പണ്ടൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഈ മംസ് വരുമ്പോഴത്തേക്ക് ചിരട്ട കെട്ടിയിടും കഴുത്തിൽ. അപ്പോൾ അത് പറയുന്നത് പണ്ടുള്ളവർ കാണുന്നത് ഇത് ചിരട്ട കെട്ടിയിട്ടിട്ട് വേറൊരാൾ കാണുമ്പോൾ ചിരിക്കുമ്പോൾ അവർക്ക് വരുമെന്നാണ്. കാര്യം ശരിയാണ്. ഈ ചിരിക്കുമ്പോൾ ഈ തലവറയിൽ ഡ്രോപ്ലെറ്റ്സ് തെറിച്ച് വീണിട്ട് മറ്റുള്ളവരിലേക്ക് ഇത് പെട്ടെന്ന് വരും. അപ്പോൾ അവർക്ക് കിട്ടും. അപ്പോൾ അന്നത്തെ കൺസെപ്റ്റ് അതായിരുന്നു. ചിരിച്ച് അവർ കൊണ്ടുപോയി വൈറസിനെ നമുക്ക് കുറയുകയും ചെയ്തു എന്ന് വരും. അതൊരു ഫോക്ക് മെഡിസിൻ പോലെയുള്ളൊരു ഭാഗം അത്രയേ ഉള്ളൂ. പക്ഷേ എന്നാൽ ഈ അടുത്ത കാലത്തായി അതിനെ ചിരട്ടയെ വിശകലനം ചെയ്തപ്പോൾ അതിനകത്ത് ഒരു തീവ്രമായ ഒരു ആസിഡ് ഉണ്ട്. ആ ആസിഡിൻ്റെ പ്രവർത്തനം കൊണ്ട് ഏതാനും വൈറസുകളെ നശിപ്പിക്കാൻ സാധിക്കും.